ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റാറ്റസ് ഓഫ് അഡ്വൈസിനെ പറ്റിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും കേരള PSC എക്സാം എഴുതുന്നു, കുറേ പേര് ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നു, അങ്ങനെ ഷോർട്ട് ലിസ്റ്റും കഴിഞ്ഞ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ ആളുകളെയായിട്ട് ക്രമ നമ്പറിൽ ആ റാങ്കിൻ്റെ ഓർഡറിൽ ഓരോരുത്തർക്ക് റൊട്ടേഷൻ വൈസ് നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിസർവേഷൻ ഉള്ളവർക്ക് അങ്ങനെയുള്ള പ്രാതിനിധ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏത് റാങ്ക് വരെ നിയമനം നടന്നു എന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ എഴുതി, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നോ, റാങ്ക് ലിസ്റ്റ് വന്നോ, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പോഴത്തെ നില എന്താണ്, അതറിയാൻ എങ്ങനെ ചെയ്യാം, അല്ലെ എങ്ങനെ അതറിയാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് keralapsc.gov.in ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുകയാണ്, www.keralapsc.gov.in. അപ്പോൾ ഇതിൽ നമുക്കറിയാം വൺ ടൈം രജിസ്ട്രേഷൻ്റെയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നോക്കൂ, റിസൾട്ട്, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, അഡൻഡം, ഇറാറ്റം, ദെൻ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ്. ഇതിൽ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ അതിൽ നമ്മളുടെ നമ്പർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക പേജ്. ഓക്കെ, സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റ്. ഇപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റ് 2019, 2018, 17, 16 അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയ എക്സാം, ആ എക്സാമിൻ്റെ കാറ്റഗറി അത് ഏത് വർഷമായിരുന്നു എന്ന് നോക്കുക. അത് നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി. നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതിയതിൻ്റെ ആണെങ്കിൽ അഡ്മിറ്റ് കാർഡിൻ്റെ സെഷനിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് നമ്പർ എടുക്കേണ്ടത്, രജിസ്റ്റർ നമ്പർ എടുക്കേണ്ടതെന്നൊക്കെ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കോഡ് അറിയാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് എഴുതിയെടുക്കാവുന്നതാണ്, കാറ്റഗറി കോഡ് അറിയാനായിട്ട്. ഇപ്പോൾ 2015 വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ ഞാൻ ആദ്യമുള്ളവരൊന്നങ്ങ് പ്രസ് ചെയ്യുവാണ്, 2015 നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നായിരുന്നു പോസ്റ്റ് നെയിം, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആയിരുന്നു, സ്കെയിൽ ഓഫ് പേ, ഗസറ്റ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ എന്നാണ് വന്നത്, 21/2/2018 വന്നു. അതുപോലെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു 21/12/2018. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റാങ്ക് ലിസ്റ്റ് കിട്ടും, ഇവിടെ ഷോർട്ട് ലിസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ആ പേരടക്കം മാർക്കടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് ഇവിടെയും നോക്കൂ, വുമൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു. അതിനകത്ത് വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഇനി 2011 ഞാൻ വെറുതെ ഒരെണ്ണം എടുത്തു, അതിലെ ലോവർ ഡിവിഷൻ ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ ആയിരുന്നു. അതിൽ 2 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, 2 വേക്കൻസിയിലേക്ക് ആളുകളെ എടുക്കണം. ഓക്കെ, 2010 ഒരെണ്ണം എടുത്തു. ഓക്കെ, ഇതിൽ റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും വന്ന് കിടപ്പുണ്ട്. എത്ര അപ്പോയിൻമെൻ്റ് ആയി എന്നോ വേക്കൻസി എന്നോ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇതിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1281. അപ്പോൾ ചിലതിൽ മാത്രമാണ് എത്ര ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ തവണത്തെയും കണ്ടുപിടിക്കാം, ഓരോ ഇയറിൽ. അപ്പോൾ നമ്മൾ നോക്കി വെക്കേണ്ടത് നമ്മുടെ അപ്ലൈ ചെയ്ത സ്ഥലത്ത് കാണാമല്ലോ, 2016, 18 അങ്ങനെ എല്ലാ ഇയറും കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് വർഷം നമ്മൾ ഏത് അപ്ലൈ ചെയ്തെന്ന് കാണാം. അതിൻ്റെ കാറ്റഗറി കോഡ് നോക്കുക, അതിൻ്റെ കാറ്റഗറി കോഡ് നോക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 2019 കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റോ റാങ്ക് ലിസ്റ്റോ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. 2018 വിളിച്ച ഏതെങ്കിലും പോസ്റ്റ് നോക്കാം, അതിലൊന്നും റിസൾട്ട് വന്നിട്ടില്ലാത്തതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും, ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു, ഡിസ്ട്രിക്റ്റ് വൈസ് ഉള്ള സെലക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും എത്ര വേക്കൻസി ഉണ്ട്, ഫ്രഷ് വേക്കൻസി ഹെൽത്ത് സർവീസിൽ. ഓക്കെ,
ഇവിടെ ഓരോ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2018 ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. 20/6/2018 ആയപ്പോൾ ഇവിടെ 11 വേക്കൻസി. അങ്ങനെ ഓരോന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത്രയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് ദ പോസ്റ്റ് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് മെയ്ഡ് കാണാൻ സാധിക്കും. ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് മെയ്ഡ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റുകളെ പറ്റിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തു. അപ്പോൾ ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ഡയറി ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 44 ആയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് 28/1/2019 നടത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അഡ്വൈസ്ഡ് ഓൺ 28/1/2019 അങ്ങനെ നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് ആരൊക്കെയാണ് അപ്പോയിൻ്റ് ചെയ്ത് എന്നറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പേരുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏതൊരു പോസ്റ്റിൻ്റെയും അപ്പോയിൻമെൻറ്റ് ചാർട്ട് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പുള്ള റാങ്ക് വരെ കിട്ടിയോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ bibimohan.com എന്ന ബ്ലോഗും സന്ദർശിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളും കൂടി അറിയുവാൻ കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ, റിസൾട്ട് അതിനെയൊക്കെ അറിയാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റൻറ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ്. ടോട്ടൽ അഡ്വൈസ് 1935 + 1 അത്രയും ചെയ്തിട്ടുണ്ട്. ദെൻ എത്ര പേരെ വിളിച്ചിട്ടുണ്ടെന്നാണ്. ഓപ്പൺ കാറ്റഗറിയിൽ 1598 നമ്പർ വരെ റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഏത് നമ്പർ വരെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ലാസ്റ്റ് അഡ്വൈസ് ചെയ്തേക്കുന്നതിൽ എത്ര പേരെ അപ്പോയിൻ്റ് ചെയ്തു. 2019 ഫെബ്രുവരി 11 കൂടി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അതും മനസ്സിലാക്കാം.